നമസ്കാരം. പുറത്ത് നല്ല മഴ. വയലാർ ബൈബിളും ഖുറാനും കാളിദാസനുമൊക്കെ പുറത്തേക്കെടുത്തു. ആ സന്ധ്യയെയും ആ മഴയെയും വയലാർ മനോഹരമായൊരു സന്ദർഭമാക്കി മാറ്റി എന്നാണ് വൈപ്പന പറയുന്നത്. ഉറക്കമുളിച്ച രാത്രിയായിരുന്നു അന്ന്. ആരും ഉറങ്ങിയില്ല. ഈ അവാർഡ് നിരസിക്കാമോ എന്ന് വൈപ്പന ചോദിച്ചു. എന്തിന്? ബൂർഷ്വാ സർക്കാർ തരുന്നതല്ലേ. അതെങ്ങനെയാടാ മധു? 5000 രൂപയില്ലേ എന്ന് വെച്ചാൽ അവാർഡല്ല പ്രശ്നം, അതിൽ 5000 രൂപ കിട്ടില്ലേ എന്നാണ് സത്യസന്ധമായ മറുപടി എന്നാണ് വൈപ്പന പറയുന്നത്. കുറേ നാൾ കഴിഞ്ഞ് വൈപ്പന ആ ചീരം കൊണ്ടിട്ട മാലയെ പറ്റി തിരക്കി. അന്നത്തെ മാല എവിടെയെന്ന് ചോദിച്ചു. കഴുത്തിൽ മാലയൊന്നുമില്ല. എടാ, അവൻ എന്നെ പറ്റിച്ചു, അത് ചെമ്പായിരുന്നു എന്നാണ് വയലാർ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ദ്വാരപാലകർ അയ്യപ്പന് കാവൽ നിൽക്കുന്നവരെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കണക്ക് വയലാറും അന്ന് വെറുതെ കള്ളം പറഞ്ഞതാണ്. ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ ഇത്രയും ദൂരം വന്ന് പറ്റിക്കില്ല എന്ന് ആർക്കും മനസ്സിലാവും. പക്ഷേ എന്നാലും നിർദോഷമായൊരു കള്ളം വയലാർ പറഞ്ഞു. എടാ, അത് ചെമ്പാടാ. ഇതുപോലുള്ള നിർദോഷമായ കള്ളങ്ങൾ വയലാർ പലപ്പോഴും പറയുമെന്നാണ് വൈപ്പന പറയുന്നത്. വയലാർ സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഇതുപോലെ ഒരിക്കൽ ഒരു നുണ കാച്ചിയിരുന്നു വൈപ്പനയോട് വയലാർ. എന്തിനാണ് ഈ നല്ല മനുഷ്യൻ നിർദോഷമായ കള്ളങ്ങൾ പറയുന്നത് എന്ന് വൈപ്പന മരിക്കും വരെയും ഉത്തരം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഉത്തരം കിട്ടിയില്ല. ഈ മനുഷ്യൻ എന്തിനാണ് ഇത്രയും വിശാലമായി ചിന്തിക്കുന്നത്, ഇത്രയും നന്നായിട്ട് കവിതയും പാട്ടുകളൊക്കെ എഴുതുന്ന ഈ വലിയ മനുഷ്യൻ, പ്രശസ്തനായ മനുഷ്യൻ എന്തിനിങ്ങനെ നിർദോഷമായ കള്ളങ്ങൾ പറയുന്നു എന്ന് വൈപ്പനയൊക്കെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടിയതേയില്ല. വയലാറിൻ്റെ മനസ്സ് എപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കും എന്നാണ് വൈപ്പന പറയുന്നത്. അദ്ദേഹത്തെ പോലെ വികാരജീവികളായ അധികം പേരെ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും നമ്മുടെ വൈപ്പന പറയുന്നു. നാഷണൽ അവാർഡ് കിട്ടിയ വയലാറിൻ്റെ കളർ ട്രാൻസ്പെറൻസി എടുക്കാൻ ഫോട്ടോഗ്രാഫർ പ്രഭാകരനുമായി വയലാർ താമസിക്കുന്നിടത്ത് എത്തി. കാര്യം പറഞ്ഞപ്പോൾ അടക്കി വയ്ക്കാതെ ആ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചു. നാനയുടെ കവറടിക്കാൻ നിങ്ങളുടെ ട്രാൻസ്പെറൻസി എടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജാടയൊന്നും കാണിച്ചില്ല. ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. നാനയിൽ വയലാർ രാമവർമ്മയുടെ മുഖചിത്രമായി അടിച്ചു വന്നു. നടീനടന്മാരുടേതല്ലാത്ത ഒരു കവർ ചിത്രം ആദ്യമായി നാനയിൽ വരുന്നത് വയലാറിൻ്റേതായിരുന്നു. വയലാർ പണത്തിന് വലിയ വില കൽപ്പിക്കാത്ത മനുഷ്യനാണെന്നാണ് വൈപ്പന വിലയിരുത്തുന്നത്. അതിൻ്റെ കഷ്ടപ്പാട് പിന്നെ വയലാർ ശരത്ചന്ദ്രവർമ്മയും അമ്മയും 3 പെങ്ങളുമാരും അമ്മുമ്മയൊക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. വയലാറിനെ നന്നായി പഠിച്ച ചതിയന്മാരായ സിനിമാക്കാരിൽ പലരും കുപ്പിയിലിറക്കി വയലാറിനെ എന്നാണ് പച്ചപരമാർത്ഥം. അത് നിരസിക്കാനുള്ള മനോബലം വയലാറിനുമില്ലായിരുന്നു. മലയാള നാട് എസ്.കെ. നായർ, സംവിധായകൻ P.N. മേനോൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, മദ്രാസിലെ വ്യവസായിയായ A.K. ഗോപാലൻ, പിന്നെ നിരന്തരം സിനിമകളെടുത്ത നിർമ്മാതാക്കൾ മുതലായവർ ഇതിൽ വലിയ പങ്ക് വഹിച്ചു. അതായത് വയലാറിനെ ഒരു നല്ല കുടിയനാക്കുന്നതിൽ ഇവരെല്ലാം നല്ല പങ്ക് വഹിച്ചു എന്നാണ് വൈപ്പന പറയുന്നത്. എന്നാൽ നമ്മളെല്ലാത്തിലും വിമർശിക്കുന്ന കുഞ്ചാക്കോയും അപ്പച്ചനും പ്രതിഫലം വയലാറിൻ്റെ കൈ കൊടുക്കാതെ വീട്ടിലെത്തിക്കാൻ എന്നും ശ്രമിച്ചിരുന്നു. 1973 സ്വപ്നം എന്ന ചിത്രത്തിലെ ONVയുടെ ഗാനങ്ങൾ 5 ഗാനങ്ങളുണ്ടായിരുന്നു. 5ഉം നല്ല ശ്രദ്ധേയങ്ങളായിരുന്നു. കാണാക്കുയിലേ പാടു പാടു നീ എന്നുള്ള പാട്ട് അറിയാലോ. കാവുകൾ പൂത്തു, താഴ്വരയാകെ താഴമ്പൂ ചൂടി എന്ന് പറഞ്ഞ് ജാനകിയമ്മ പാടിയ മനോഹരമായ പാട്ടാണ്. സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധ്യമാണിനി ഭൂമി എന്ന് പറഞ്ഞ വാണി ജയറാമിൻ്റെ പാട്ട്. മാനേ മാനേ വിളി കേൾക്കൂ, മലവാക പൂത്ത വഴി നീളെ, മഞ്ഞു കുളിര് പെയ്യുന്ന വഴി നീളെ എന്നുള്ള യേശുദാസിൻ്റെ പാട്ട്. നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ എന്നുള്ള യേശുദാസിൻ്റെ പാട്ട്. എല്ലാം 5 പാട്ടും നല്ല ഹിറ്റായിരുന്നു. ആ വർഷത്തെ സംസ്ഥാന അവാർഡ് എന്താ പറയുക 73 ONV കുറിപ്പിന് ലഭിച്ചു. കണ്ടോ ആൺപിള്ളേർ അവാർഡ് കൊണ്ടുപോയത് കണ്ടോ എന്ന് വൈപ്പന ചുമ്മാ വയലാറിനെ ഒന്ന് ചൂടാക്കാനായിട്ട് വച്ച് കാച്ചി. അവനും ഇരിക്കട്ടടാ ഒരു അവാർഡ്, എല്ലാ കൊല്ലവും എനിക്ക് മാത്രം കിട്ടിയാൽ മതിയോ? ഇതായിരുന്നു നിറഞ്ഞ മനസ്സുള്ള വയലാറിൻ്റെ മറുപടി. കവികൾ പൊതുവെ അസൂയാലുക്കളാണ്. മറ്റു മിക്ക ഗാനരചയിതാക്കളും വയലാറിനോട് കടുത്ത അസൂയായിരുന്നു എന്നാണ് വൈപ്പന പറയുന്നത്. എന്നാൽ വയലാർ ഒരിക്കലും മറ്റ് ഗാനരചയിതാക്കളോട് അസൂയപ്പെടുകയോ അവരെ താഴ്ത്തിക്കെട്ടുകയോ ഒരിക്കലും സംസാരത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് വൈപ്പന പറയുന്നത്.
മദ്രാസിലെ ഉസ്മാൻ റോഡിലുള്ള 38 നമ്പർ 2 നില കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ജയഭാരതിയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് അവർ ഒരു നിർമ്മാതാവിൻ്റെ അശോക് നഗറിലെ വീട്ടിലേക്ക് താമസം മാറ്റി. നിർമ്മാതാവിനെ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ മദ്രാസിലെ കീപ്പായിട്ട് കുറേ കാലം വച്ചിരുന്നു. പോട്ടെ, ജയഭാരതി വിട്ട വീട് മലയാള നാട് എസ് കെ നായർ തൻ്റെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസാക്കി. എസ് കെ നായർ സിനിമാ നിർമ്മാണം നിർത്തിയപ്പോൾ ആ കെട്ടിടം വയലാറിന് കൈമാറി. ബെഡ്റൂമൊക്കെ എ സി ആക്കി. ഒരു നാൾ വയലാറും പി എൻ മേനോനും വൈപ്പനയും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ നടി ഷീല കയറി വന്നു വയലാറിനെ കാണാനായിട്ട്. മതിയൊള്ളി എന്ന് പറഞ്ഞ് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു തമിഴിൽ. ആ മതിയൊള്ളി എന്ന് പറഞ്ഞ വാരികയുടെ ഉടമസ്ഥൻ മതിയൊള്ളി ഷൺമുഖം എന്നാണ് അറിഞ്ഞിരുന്നത്. ഷൺമുഖം ഒരു സിനിമ നിർമ്മിക്കുന്നു. ഷീലയാണ് സംവിധാനം, MS വിശ്വനാഥനാണ് സംഗീതം. വയലാർ ആ പടത്തിന് വേണ്ടി പാട്ടെഴുതണം എന്ന് പറയാനാണ് ഷീല വന്നത്. ഷീല വന്ന് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും MS വിശ്വനാഥനും മതിയൊള്ളി ഷൺമുഖവും എത്തി. MS വിശ്വനാഥൻ ഹാർമോണിയം വെച്ച് ഒരു ട്യൂൺ വായിച്ചു. അപ്പം തന്നെ വയലാർ അതിന് വരികൾ എഴുതി. പ്രേതത്തിന് പാടാനുള്ളതാണ്. എസ് ജാനകിയാണ് പാടുന്നത്. നിശിതിനി നിശിതിനി ഞാനൊരു രാപ്പാടി പാടാം എൻ വിരഹഗാനം പ്രാണനിൽ ഉയരും യക്ഷഗാനം എന്ന് പറഞ്ഞ മനോഹരമായ പാട്ടാണല്ലോ നിശീതിനി എന്നുള്ള പാട്ട്. ഈ പാട്ടിനെ പറ്റി വൈപ്പന പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ നിശിതിനി എന്നുള്ള യക്ഷഗാനത്തിലെ പാട്ട് അതിൻ്റെ റൈറ്റ് ഇനി ആജീവനാന്ത റൈറ്റ് എനിക്കാണ്. ഞാൻ നിഴൽക്കണ്ണാടി എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യാണ്, ഹൊററും ക്രൈമോ ആണ്. അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ്ങും വേണം. ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാം. പക്ഷേ എനിക്കൊരു ആഗ്രഹം മലയാളത്തിൽ ശ്രദ്ധേയമായ ഏതെങ്കിലും ഒരു യക്ഷിപ്പാട്ടെടുത്ത് ടൈറ്റിൽ സോങ് ആക്കാം. സൂര്യ ടി വിക്ക് വേണ്ടിയാണ്. ഞാൻ ആദ്യം വിളിച്ചത് അരവം മണിയാണ്. എന്താ ഞാൻ പറഞ്ഞു, കള്ളിയങ്കാട്ട് നീലിയിലെ ഒരു പാട്ടില്ലേ, ഓ ആ ജാനകിയമ്മ പാടിയ ആ പ്രേതപ്പാട്ട്, ഓ ആ പാട്ട് ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് ആക്കാൻ തരാമോ? പിന്നെന്താ തരാമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് കാണാം സാർ. ഞാൻ എന്ത് തരണം സാറിന് എന്ന് ചോദിച്ചു. എനിക്കൊരു 2 lakhs rupees തന്നാൽ തരാം. 2 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു, സാറേ ആ കല്ലിയങ്കാട് നീലി എന്ന് പറഞ്ഞാൽ പടം എടുക്കാൻ 2 ലക്ഷം ആയി കാണില്ല. അതായി കാണില്ലായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ പാട്ട് തരണമെങ്കിൽ 2 ലക്ഷം രൂപ തരണം. ഞാൻ പറഞ്ഞു, അതിനുള്ള പ്രാപ്തി വരുമ്പോൾ ഞാൻ വന്ന് കാണാം സാറെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. ഞാൻ ഈ വിവരം സിനിമാ മംഗളത്തിൻ്റെ മദ്രാസ് ലേഖകനായ CN കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞാൽ വേറെയും പാട്ടുകളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഉണ്ട്. യക്ഷഗാനം എന്ന് പറഞ്ഞ പടത്തില്ലേ നിശീതിനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. MS വിശ്വനാഥൻ സംഗീതം കൊടുത്ത് വയലാർ എഴുതിയതാണ്. യക്ഷഗാനത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. വേണ്ട, അതെങ്ങനെ? ഈ മതിയൊള്ളി ഷൺമുഖം എന്ന് പറഞ്ഞ ഒരാളിൻ്റെയാണ് ആ പടം. ഞാൻ പറഞ്ഞതെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ മതിയൊള്ളി കുമാറുണ്ട്, എൻ്റെ സുഹൃത്താണ്. ഞാൻ അവനോട് സംസാരിക്കാം. അപ്പോൾ മതിയൊള്ളി കുമാറുമായിട്ട് CN കൃഷ്ണൻകുട്ടി സംസാരിച്ചു. എല്ലാം കേട്ട് അയാൾ തരാൻ സമ്മതമാണ്. പക്ഷേ അയാളൊരു ചോദ്യം ചോദിച്ചു, യഥാവത്ത് കിടക്കുമോ എന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ? എന്നെ CN കൃഷ്ണൻകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ദിനേശേ, അയാൾ കുമാർ കുമാർ പാട്ട് തരും, യഥാവത്ത് കിടക്കുമോ എന്ന് ചോദിക്കണം, എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നിട്ട്. ഞാൻ പറഞ്ഞു, എന്ത് കൊടുക്കണം? എടാ ഒരു 5000 രൂപയെങ്കിലും അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ, ഞാൻ എഗ്രിമെൻറ്റ് പത്രവും അതിൻ്റെ ഒരു ചെക്ക് അയച്ചുതരാം, അയാൾ കൊടുക്കാനുള്ള കാശിൻ്റെ ചെക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 25,000 രൂപ അയച്ചു കൊടുത്തു. കാരണം ഷീല സംവിധാനം ചെയ്ത സിനിമ, വയലാർ രാമവർമ്മ സാർ എഴുതിയ പാട്ട്, MS വിശ്വനാഥൻ എന്ന് പറഞ്ഞ സംഗീതത്തിൻ്റെ കുലപതി സംഗീതം കൊടുത്ത പാട്ട്, എസ് ജാനകിയമ്മ പാടിയ പാട്ട്. അപ്പോൾ അത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ നാണക്കേടല്ലേ. ഞാൻ 25,000 രൂപയുടെ ചെക്ക് അയച്ചു കൊടുത്തു. എന്നോട് CN കൃഷ്ണൻകുട്ടി പറഞ്ഞത്, ആ ചെക്ക് കൊടുത്തപ്പോൾ അയാൾ എവിടെയൊക്കെ ഒപ്പിടണോ അവിടെയൊക്കെ ഒപ്പിട്ടു എന്നാണ് പറഞ്ഞത്. അതായത് അയാൾക്ക് ഒന്നും നോക്കണ്ട, 25 രൂപ കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുമാറിന്. ഞാനത് സൂര്യ ടി വിയിലെ നിഴൽക്കണ്ണാടിയിൽ ഉപയോഗിച്ചു ടൈറ്റിലായിട്ട്. അപ്പോൾ നമ്മളെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് വരുമല്ലോ. എനിക്ക് തന്നെ ഒരു ചമ്മലായിരുന്നു. ഗാനരചന വയലാർ, സംഗീതം MS വിശ്വനാഥൻ, ഗായിക S ജാനകി എന്നൊക്കെ എഴുതി കാണിച്ചിട്ടാണ് ആ പാട്ട് സംപ്രേഷണം ചെയ്തത്. എനിക്കിത് ഈ വയലാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത്. വയലാറുമായി ജ്യേഷ്ഠാനുജ ബന്ധം വൈപ്പന സൂക്ഷിച്ചിരുന്നു. ദേശീയ അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷസൂചകമായി തലശ്ശേരിയിൽ വയലാറിന് ഒരു സ്വീകരണം നൽകാൻ അവിടെയുള്ള ഏതോ ഒരു സംഘടന തീരുമാനിച്ചു. ദേശീയ അവാർഡ് വാങ്ങി മദ്രാശിയിൽ വന്നിറങ്ങിയ വയലാറിനെ കാണാൻ വൈപ്പന ചെല്ലുമ്പോൾ
കൂടെ സംവിധായകൻ JD തോട്ടാനും കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ മണിസ്വാമിയും മദ്രാസിലെ നേരത്തെ പറഞ്ഞ വ്യവസായി AK ഗോപാലനും നോവലിസ്റ്റ് VKNും ഉണ്ട് വയലാറിൻ്റെ കൂടെ. 5 പേരുടെ കയ്യിലും മധുചഷകം നിറഞ്ഞ ഗ്ലാസ്സുകളായിരുന്നു. വൈപ്പനയെ കണ്ട പാടെ, എടാ മധു, എനിക്ക് നാളെ തലശ്ശേരിയിലെ ഒരു സ്വീകരണമുണ്ട്, നീയും വരണം. വരാമല്ലോ, അതിനെന്താ എന്നായി വൈപ്പന. അതേ, നാളെ വൈകുന്നേരമാണ്, അതിനെന്താ, ഞാൻ റെഡി എന്ന് വീണ്ടും വൈപ്പന. പോകരുതെന്ന് മണിസ്വാമി ആംഗ്യം കാണിച്ചിട്ടും വൈപ്പന വാക്ക് മാറ്റിയില്ല. വയലാർ 44 46 95 എന്ന നമ്പറിൽ ഫോൺ കറക്കി ആലപ്പുഴയിലേക്ക്, വയലാറിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോൺ എടുത്തപ്പോൾ വയലാർ പറഞ്ഞു, അമ്മയും കൂട്ടി നാളെ തലശ്ശേരിയിൽ നീ എത്തണം എന്ന് ചട്ടം കെട്ടി. വയസ്സായ അമ്മയല്ലേ, എന്തിനാണ് അവരെയെല്ലാം കുട്ടൻ ബുദ്ധിമുട്ടിക്കുന്നത് എന്നായി JD തോട്ടാൻ. എനിക്ക് കിട്ടുന്ന സ്വീകരണം എൻ്റെ അമ്മയും ഭാര്യയൊക്കെ കാണട്ടെന്നേ എന്നായി വയലാർ. ഇവിടേക്ക് അക്കാലത്തെ കലാസംവിധായകനായ ഭരതൻ കയറി വന്നു. എല്ലാവരും ഇരിക്കുമ്പോൾ ഭരതൻ ചുമരിച്ചാരി നിന്നു. ആരും ഭരതനോട് ഇരിക്കാൻ പറഞ്ഞില്ല, കാരണം അത്രയ്ക്ക് വളർന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇരിക്കാറായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആരും ഇരിക്കാനും പറഞ്ഞില്ല. ഭരതൻ അതിൽ പരിഭവമില്ല. ഭരതൻ്റെ കൂടെ റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഒരു 9 മണിക്ക് നീങ്ങി വാ എന്നായി വയലാർ. മണിസ്വാമി അപ്പോഴും തടയാൻ നോക്കുന്നുണ്ട്. അതിന് ഒരു വലിയ കാര്യമുണ്ടെന്ന് പിന്നെയാണ് വൈപ്പനയ്ക്ക് മനസ്സിലായത്. പോകാനായി എണീറ്റ വൈപ്പനയെ വയലാർ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മണിസ്വാമിയും തോട്ടാനും മധുവിനെ തടയുന്ന കാര്യം വയലാർ തുറന്നങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈപ്പന ഒന്ന് ഞെട്ടി. വൈപ്പനയ്ക്കത് സമ്മതമായിരുന്നില്ല. ആ യാത്ര അതിന് ഞാനില്ല എന്നങ്ങ് തീർത്തു പറഞ്ഞു. എന്നാൽ ഞാനില്ല, തനിച്ചങ്ങ് പോയാൽ മതി എന്നായി വൈപ്പന. എന്നാൽ നീ വരണ്ട, ഞാനങ്ങ് പൊയ്ക്കോളാം എന്നായി വയലാർ. പൊയ്ക്കോ, പക്ഷേ ഞാനിത് എഴുതും എന്നായി വൈപ്പന. ക്രിസ്മസും തമസും എന്ന് ഹെഡിങ് ഇട്ടോ എന്നായി VKN. ക്രിസ്തുമസും തമസും നീ എഴുതുമോ എന്ന് വൈപ്പന ചോദിച്ചു. അല്ല, വയലാർ വൈപ്പനോട് ചോദിച്ചു. കണിശമായി എഴുതൂ എന്ന് വൈപ്പന. ഭരതൻ്റെ ബൈക്ക് കയറി വൈപ്പന സ്ഥലം വിട്ടു. പറഞ്ഞിരുന്ന ആളുമായിട്ട് തലശ്ശേരിക്ക് വയലാർ പോയിരുന്നു എന്ന് വൈപ്പന പിന്നെ മണിസ്വാമിയെ കണ്ടപ്പോൾ തിരക്കി. പോയിരുന്നു എന്നായിരുന്നു ഉത്തരം. വയലാറാണ് കഥാപാത്രമെന്ന് വ്യക്തമാക്കാതെ സിനിമയിൽ നാനയിൽ ക്രിസ്മസും തമസും എന്ന ഹെഡിങ്ങിൽ ഈ തലശ്ശേരിക്ക് പോയ യാത്ര ഒരു ഗോസിപ്പായിട്ട് വൈപ്പന എഴുതി വിട്ട് അടിച്ചു വന്നു. ഈ വാർത്ത വന്നത് ശരിക്കും വയലാറിനെ അസ്വസ്ഥനാക്കി. പക്ഷേ വയലാർ മാന്യനായതിനാൽ ഒരിക്കൽ പോലും വൈപ്പനയോട് ഇക്കാര്യം ചർച്ച ചെയ്തതേയില്ല. ആ എടാപട ബന്ധം അവസാനം വരെ വയലാർ നിലനിർത്തി. 1975 കാലഘട്ടത്തിൽ നാന അടക്കമുള്ള കുങ്കുമം ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. വയലാർ മരിക്കുമ്പോൾ മധു വൈപ്പന നാനയുടെ എഡിറ്ററാണ്. വയലാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിക്കുമ്പോൾ വൈപ്പന തലസ്ഥാനത്തുണ്ട്. അവസാനമായി മൃതദേഹം കാണാൻ വൈപ്പന പോയില്ല. ദുഃഖം തോന്നഞ്ഞിട്ടല്ല പോകാത്തത്, മരണം അദ്ദേഹം സ്വയം ഭരിച്ചതാണെന്ന് നല്ല ബോധ്യമുള്ളതിനാലാണ് പോകാഞ്ഞത് എന്നാണ് വൈപ്പന പറയുന്നത്. 46-ാം വയസ്സിൽ ഒരു ജീനിയസ് സ്വയം മരണം വരിച്ചതിൻ്റെ പ്രതിഷേധമായിട്ടാണ് വൈപ്പന അവസാനമായി വയലാറിനെ കാണാൻ പോകാത്തത്. രാത്രി 1 മണിക്കായിരുന്നു മരണം. അതുകൊണ്ട് തന്നെ മനോരമ, മാതൃഭൂമി, കേരളകൗമുദി മുതലായ പ്രധാന പത്രങ്ങളിലൊന്നും വയലാറിൻ്റെ മരണം പ്രസിദ്ധീകരിക്കാനായില്ല. നസീർ സാറിനും അതേ അബദ്ധം പറ്റി. നസീർ സാർ വെളുപ്പാങ്കാലത്ത് മരിക്കുമ്പോൾ എല്ലാ പത്രങ്ങളുടെയും ലാസ്റ്റ് എഡിഷൻ അടിച്ചു പോയിരുന്നു. കേരളകൗമുദിയുടെ മദ്രാസ് ലേഖകനായി പിന്നെ ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായ PK ശ്രീനിവാസൻ മദ്രാസിൽ വിജയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ പേജ് റെഡിയാക്കി വയ്ക്കാൻ പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാതെ കാത്തിരുന്നു. നസീർ സാർ പോയി എന്നറിഞ്ഞപ്പോൾ അപ്പം തന്നെ വിളിച്ചു പറയുകയും കേരളകൗമുദിയിൽ മാത്രം നസീർ സാർ മരിച്ചത് ആ ദിവസം തന്നെ അടിച്ചു വന്നു. ബാക്കി എല്ലാ പത്രങ്ങളിലും പിറ്റേ ദിവസമാണ് വന്നത്. അതുപോലെ വയലാർ രാത്രി മരിച്ചതുകൊണ്ട് മനോരമയ്ക്കും മാതൃഭൂമിക്കും കേരളകൗമുദിക്കൊന്നും ആ വാർത്ത കൊടുക്കാൻ കഴിഞ്ഞില്ല.
CPIയുടെ പ്രസിദ്ധീകരണമായ ജനയുഗം പത്രത്തിലും കുങ്കുമം ഗ്രൂപ്പിൻ്റെ അക്കാലത്തെ ദിനപത്രമായ കേരളദേശത്തിലും മാത്രമാണ് മരണവാർത്ത അടിച്ചു വന്നത്. ജനയുഗം നേരത്തെ വാർത്ത കമ്പോസ് ചെയ്ത് വച്ചിരുന്നു. കേരളദേശം മെഡിക്കൽ കോളേജിൽ തുടരെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചിരുന്നു. രാത്രി 10 മണിക്ക് മരണം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പായപ്പോൾ 11 മണിക്ക് മരിച്ചു എന്ന് കാണിച്ച് കേരളദേശം അടിച്ചു പ്രിൻ്റ് ചെയ്ത് വിട്ടു. 1 മണിക്ക് ശേഷമായിരുന്നു വയലാറിൻ്റെ മരണം. പിറ്റേന്ന് BJT ഹാളിൽ അന്ത്യോപചാരത്തിനായി വയലാറിനെ കിടത്തി. ജനസമുദ്രമായിരുന്നു. അതിൽ വയലാറിനോട് അസൂയയും വിദ്വേഷവും പുലർത്തിയിരുന്ന കവികളും ഉണ്ടായിരുന്നു എന്നാണ് വൈപ്പന പറയുന്നത്. മരിക്കുന്നതിനും 2 നാൾ മുമ്പ് കുങ്കുമം എഡിറ്ററായിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ഉറൂബിനോടൊപ്പം വൈപ്പന മെഡിക്കൽ കോളേജിൽ ചെന്നിരുന്നു. വെന്റിലേറ്ററിലായതിനാൽ നേരിൽ കാണാനായില്ല. മലയാറ്റൂർ രാമകൃഷ്ണനും SK നായരും ദുഃഖിതരായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. മരിക്കുമ്പോൾ വയലാറിന് ഒരു സമ്പാദ്യവും ഉണ്ടായിരുന്നില്ല. അമ്മ, ഭാര്യ, 4 ചെറിയ കുട്ടികൾ. ഇതൊക്കെ മനസ്സിലാക്കിയ അന്നത്തെ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ മുൻകൈയെടുത്ത് വയലാർ ട്രസ്റ്റ് പെട്ടെന്ന് രൂപീകരിച്ചു. ചെയർമാനായതും അച്യുതമേനോൻ തന്നെ. മലയാറ്റൂർ, SK നായർ, മദ്രാസിലെ കോൺട്രാക്ടറായ AK ഗോപാലൻ എന്നിവർ 50,000 രൂപ വീതം ഈ ട്രസ്റ്റിലേക്ക് ആദ്യത്തെ സംഭാവനയായി ഇട്ടു. സർക്കാർ ലെവലിൽ തന്നെ പിരിച്ച് 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചു. 2.5 ലക്ഷം രൂപ വയലാറിൻ്റെ കുടുംബത്തിന് നൽകി. ആലോചിച്ച് നോക്കുക, 50 വർഷം മുമ്പാണ് 2.5 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി ബാങ്കിലിട്ടു. അതിൻ്റെ വാർഷിക പലിശ കൊണ്ട് വയലാർ അവാർഡും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന കുട്ടിക്കുള്ള സ്കോളർഷിപ്പും നൽകുന്നു. 1976 രൂപീകൃതമായ വയലാർ രാമവർമ്മ ട്രസ്റ്റിൻ്റെ 50 വയസ്സാണ് 2026. 10 വർഷം എന്തോ നീളുന്ന പരിപാടികളാണ് വയലാർ ട്രസ്റ്റ് ആസൂത്രണം ചെയ്യുന്നത്. മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് വയലാർ രാമവർമ്മയായിരുന്നു എന്ന് പറയാം. സത്യമാഷിനെ പോലെ, PJ ആൻ്റണിയെ പോലെ നിരവധി പേര് ഇവിടുന്ന് കടന്നുപോയല്ല നനച്ചിരിക്കാതെ. അതുപോലെ തന്നെ ഒരു വലിയ നഷ്ടമായിരുന്നു വയലാർ രാമവർമ്മയെ. ഇന്നലെ കല്ലറ ഗോപൻ അവിടെ നിശാഗന്ധിയിൽ പാടി ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരൂ എന്നുള്ള ആ പാട്ടിൽ ഇനിയൊരു ജന്മം തരുമോ എന്നൊക്കെ ചോദിച്ചുള്ള ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനശ്വരനായ നമ്മുടെ മഹാകവിയെ ഓർക്കുകയായിരുന്നു. വയലാർ രാമവർമ്മയെക്കുറിച്ച് ഒരുപാട് കൊച്ചു തമാശകൾ പറയാവുന്ന ഒരുപാട് കഥകളുണ്ട്. അത് ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.